واحد القهار العزيز الغفار لا ند له ولا ضد له ولا مثيل له لا وزير له ولا نصير له ولا شريك له ولا معامل له ولا وزير له وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا محمدا عبده ورسوله سلم عليه الأمداد والأحجار. أعوذ بالله من الشيطان الرجيم وأعوذ بالله السميع العليم من الشيطان الرجيم وأعوذ بكلمات الله التامات من شر ما خلق وأعوذ بك رب أن يحضرون. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم نشأ ولم يشأ ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون
لعلي أعمل صالحا فيما تركت كلا إنما هو كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله مولانا العلي العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا وأسوتنا وقائدنا محمد صلى الله عليه وآله وأهل بيته وأصحابه وسلم. وقال سيدنا وأسوتنا وقائدنا وثمرة فؤادنا وقطعة أجسادنا محمد صلى الله عليه وسلم. القبر روضة من رياض الجنة أو حفرة من حفر النار. صدق رسوله الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى تسليما. صلى الله على النبي وسلم دائبا كما عبد وشاد وعلما. صلى الله على النبي وسلم دائبا كما عبد وشاد وعلما. عداد كل مكونات كلما حج التي طلى زمزما وهديما. صلوا عليه وسلموا تسليما. وعليك حبي يا رسول الله وعليك حبي يا حبيب الله وعليك حبا يا رسول الله من عند العاصي صلاة الله ماذا تحيته سلام الله إجلال قدرك عاشقا تفخيما. صلوا عليه وسلموا تسليما. وكاغذ ككشتي وباريش كباني وكاغذ ككشتي وباريش كباني. الدولة بليلو الشهرة بليلو الدولة بليلو الشهرة بليلو. دنيا مسافر منزل طريق بده تكر هذا جودو دن کا سفر دے. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ പ്രണോജനമായ വേദിയിലും സദസ്യരുമായി ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഉമറാക്കൾ, ഉലമാക്കൾ, സഹോദര സഹോദരിമാർ, കറുകപുത്തൂർ പള്ളിപ്പടിയിൽ ഓടമ്പള്ളി സയ്യിദ് ഉപാപ്പമാരുടെയും ശുഹദാക്കളുടെയും മഹത്തായ ആണ്ടുനേർച്ചയിലാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സർവ്വവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഈ സദസ്സിനെ സമർപ്പിച്ച
പാണക്കാട് കൊടപ്പേക്കൽ തറവാടിന്റെ അമരക്കാരനും പുന്നോമന പുത്രനുമായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘകാലമായ നേതൃത്വവും ആ പൂമരത്തണലും ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാളുവരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ സുന്ദരമായ സദസ്സിന് പ്രാർത്ഥന നിർവഹിച്ച് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ യഥാക്രമം വർഷങ്ങളോളമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ സർവ്വവിധ നാടിമിടിപ്പുകളും നാടിനരമ്പുകളും ഒരേപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോയിരിക്കുന്ന മുന്നോട്ടുള്ള ഗമനത്തിനും ഉച്ചാരണത്തിനും പ്രവർത്തനത്തിനും ഒരേപോലെ നിയന്ത്രണാത്മകമായ ആവാഹം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഖഫം ഉസ്താദ് അവറുകൾ, അതുപോലെ ഈ സുന്ദരമായ സദസ്സിന്റെ പ്രൗഢഗംഭീരമായ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മിലേക്ക് സമർപ്പിക്കുന്ന വന്യരായ സാദാത്ത് കുടുംബം, അതേപോലെ നാടിന്റെ നല്ലവരായ കാരണവന്മാർ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഈ എളിയ നിമിഷത്തിൽ ഒരു ഭാഷണത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട ആമുഖങ്ങളോ അല്ലെങ്കിൽ ഒരു ഭാഷാലങ്കാര ഭംഗിയുടെ പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി ഈ സുന്ദരമായ മജ്‌ലിസിന്റെ തീരത്തിലേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദര സഹോദരിമാർ, കൊച്ചു അനുചരന്മാർ, അനുജത്തിമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അങ്ങകലെ വിദൂരതയിൽ നിന്ന് പോലും വന്നവർ, എല്ലാവർക്കും ആദ്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര മതങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടെയുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിക്കുകയാണ്. പരമദയാലുവും പരമാധിപതിയും പരമാധിനാഥനും പരമാധികാരിയും പരമാധിപതിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സുന്ദരമായ സദസ്സിന്റെ പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവാപരാധങ്ങളും സമസ്ത പ്രമാദങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം പാപരഹിതമായി അവൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജീവിച്ചാസ്വദിച്ചു തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ മാസങ്ങളിൽ, ദിവസങ്ങളിൽ, വർഷങ്ങളിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ ഏകനായ പടച്ചതമ്പുരാൻ എല്ലാവരുടെയും മണ്ണറകളെ മണിയറകളാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിത സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഏണ്ട ഒരുപാട് വിശ്രമത്തിന് ശേഷം, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം, ആകാംക്ഷയോടെയല്ല, പ്രതീക്ഷയോടെയല്ല, പ്രത്യാശയോടെയല്ല, ഒരു മുമ്പത്തെ പരിചയം പോലുമില്ലാതെ സ്നേഹത്തിന്റെ ഊഷ്മളമായ സ്വീകരണത്തിലൂടെ ഇവിടേക്ക് കടന്നുവന്ന നല്ലവരായ നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ തീരങ്ങളിലേക്ക് കടന്നുവന്ന എല്ലാവരിലും അവന്റെ അനുസ്യൂതമായ കാരുണ്യത്തിന്റെ പ്രവാഹം വർഷിപ്പിക്കുമാറാകട്ടെ, സദാ ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ ഇനിയും ഒരുപാട് ആമുഖത്തിന്റെ ആലങ്കാരിക ആസുരപ്പെടുത്തുന്ന ആലങ്കാരിക ഭാഷയുടെ പ്രയോഗങ്ങളിലേക്കൊന്നും തന്നെ കടക്കാതെ കളിക്കേണ്ട പൊന്നുമോനെ ഖബറാണ് മുന്നിൽ, കളിക്കേണ്ട ഖബറാണ് മുന്നിൽ. ചർച്ച ചെയ്താൽ തീരാത്ത, പറഞ്ഞെടുക്കാൻ കഴിയാത്ത, എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് പറയാൻ കഴിയുന്ന ഒരു ശീർഷകത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഒപ്പം അതേപോലെ ഓൺലൈനിലൂടെയും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഒരുപാട് വിശ്വാസികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശാലമായി കിടക്കുന്ന ഒരു മൈതാനത്തിലൂടെ, വളരെ വിശാലമായി കിടക്കുന്ന ഒരു മൈതാനത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിവെച്ച ഒരു യാത്രയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുക. ഏറെ വിശാലമായ ലോകത്ത് നിന്ന് നമ്മൾ തുടങ്ങിയ യാത്ര ഒരുപാട് ലോകങ്ങൾ കടന്ന് മനുഷ്യന്റെ ഹൃദയം സന്താപങ്ങളും സന്തോഷങ്ങളും വേവലാതികളും വേകുലതകളും എല്ലാം ഒരേപോലെ ഒരു തുലാസിലിട്ട് കൊണ്ടു നടത്ത് അവസാനം അതിന്റെ അളവ് തൂക്കങ്ങളും കണക്കുകളും അംഗീകാരവും സമ്മതപത്രങ്ങളും മുഴുവനും സമർപ്പിക്കുന്ന മറ്റൊരു ലോകത്തിലേക്ക് കടന്നു ചെന്ന് ഏകാന്ത ജീവിതത്തിന്റെ വൈമുഷികമായ മുഹൂർത്തങ്ങളിലേക്ക് ഒരു തരത്തിലുള്ള മനുഷ്യന് കടന്നുപോകുമ്പോ, അല്ലെങ്കിൽ എല്ലാവിധ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും എല്ലാ സുന്ദരമായ മുഹൂർത്തങ്ങളുടെ സങ്കേതമായ സുഖലോക സ്വർഗത്തിലേക്ക് മറുവിഭാഗം മനുഷ്യർ കടന്നുപോകുമ്പോ അപ്പോഴൊരു പരിണിത ഫലമുണ്ടാകുന്ന പരിസമാപ്തി കുറിക്കുന്ന ഒരു നീണ്ട യാത്രയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുക. മനുഷ്യൻ കടന്നുവന്ന, മനുഷ്യൻ തുടങ്ങിവെച്ച ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കൾ പരസ്പരം ജീവിച്ചിരുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അൽ അർവാഹു ജുനൂദുൻ മുജന്നദ, ആത്മാക്കൾ എന്ന് പറയുന്നത് പരസ്പരം അന്വേഷിച്ച് നടക്കുന്ന തരമനസ്സോടെയുള്ള ഏറ്റവും വലിയ സൈനിക പ്രവാഹമാണെന്ന് പറഞ്ഞെങ്കിൽ ആ സൈനിക പ്രവാഹം പോലെ കറുകപത്തൂരിന്റെ വിശാലമായ പള്ളിപ്പടിയുടെ മണ്ണിൽ നാം ഇതേപോലെ ഒരുമിച്ച് കൂടിയതുപോലെ വന്നരായ സയ്യിദ് പാപമാരുടെയും ശുഹദാക്കളുടെയും ആത്മീയമായ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഊഷ്മളമായ സ്വീകരണത്തിൽ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. ഏകനായ പടച്ചതമ്പുരാന്റെ ദർബാറിൽ ആത്മാക്കൾ പരസ്പരം താമസിച്ചിരുന്ന ഒരു ലോകത്തിന് നമ്മൾ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുക. ആ ആത്മാക്കളുടെ ആലമുൽ അർവാഹ് എന്ന ലോകത്തിൽ നിന്ന് നമ്മൾ കടന്നുവന്ന് മനുഷ്യന്റെ രണ്ടാമത്തെ ലോകമായ ആലമുൽ അർഹാം എന്ന മനുഷ്യന്റെ രണ്ടാമത്തെ ലോകമായ ഉമ്മയുടെ ഗർഭപാത്രമെന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലോക്കറിൽ നമ്മൾ താമസിച്ചിരുന്ന ഒരു കാലം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ച സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, ആത്മാക്കളുടെ ലോകമെന്ന്, ആത്മാക്കളുടെ ലോകത്തിൽ നിന്ന് ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയായി പരസ്പരം ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ലോക്കറിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ആ രണ്ടാമത്തെ ലോകത്തിൽ നിന്ന് യാത്ര തുടങ്ങി ഏതാണ്ട് 9 വർഷവും ഏതാണ്ട് 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ലോകമായ ആലമു ദുനിയ അഥവാ ഒരു നേരത്തെ മരത്തിന്റെ ചുവട്ടിലുള്ള വിശ്രമത്തിന് വേണ്ടി നമ്മൾ കടന്നു വന്നു. ആ വിശ്രമം കഴിഞ്ഞിരുന്നാൽ നമുക്കിനി പോകാനുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചതിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാ. എന്താ വിശുദ്ധമായ ഖുർആൻ പറയുക? ഈ മൂന്നാമത്തെ വിശ്രമലോകത്ത് നിന്ന് മനുഷ്യന് കടന്നു പോകാനേറെ പ്രയാസമാ. അതല്ലേ വിശുദ്ധമായ ഖുർആൻ പറയുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون. ആത്മാവിന്റെ പരസ്പരാന്വേഷണത്തിലൂടെ കടന്നു തുടങ്ങിയ ഈ ജീവിതത്തിന്റെ കേവലം ഒരു വിശ്രമത്തിന് വേണ്ടി ദുനിയാവിലേക്ക് കടന്നു വന്ന ഉത്ഥാന പദങ്ങളുടെ സുഖങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ, കോൺഗ്രസ് മുതൽ രാജകീയമായ സൗകര്യങ്ങളിലേക്ക് 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാവരങ്ങളിൽ പോയി സുഖം തേടി അലയുമ്പോ ഈ ജീവിതത്തിന്റെ നർമ്മമാർന്ന സുഖങ്ങളിലൂടെ എല്ലാ ആസ്വാദനങ്ങളിലൂടെ കടന്നു പോകുന്ന നവ്യാനുഭൂതിയുടെ ചെറുപ്പക്കാരാ, കറുകപത്തൂരിന്റെ മണ്ണിലെ പ്രഭാഷണം തുടങ്ങുമ്പോ ആദ്യമായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ആയത്തിനാണ് ഓതുകയാ. എന്താ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതെന്താ? ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ.
മാനവ 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 അഖിലാണ്ടവത്തിന്റെ പ്രാപഞ്ചിക സത്യമേതാ? അഖിലലോക ബ്രഹ്മാണ്ഡകളാകത്തിന്റെ ഏറ്റവും വലിയ ലിഖിത സത്യമേതാ? എന്താ സൂറത്ത് തബാറകയിലൂടെ അല്ലാഹു പറഞ്ഞതെന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അതിരാവിലെ 6 മണിക്കണേറ്റ് വൈകുന്നേരം 6 മണി വരെ ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് ബൈക്കിലൂടെ സവാരി നടത്തിയൊരു നേരത്തെ അന്നത്തിനുള്ള വക കാണുമ്പോ അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വണ്ടി കയറി യുഎഇയുടെയും സൗദി അറേബ്യയുടെയും GCC രാജ്യങ്ങളുടെയും വിശാലമായ മരുപ്രദേശങ്ങളിലൂടെ കറങ്ങി അറേബ്യൻ സംസ്കാരത്തിന്റെ എല്ലാവിധ സുഖങ്ങളും ആസ്വദിച്ച് കടന്നു പോകുമ്പോ മലബാറിലെ ഒരു നേരത്തെ പട്ടിണി അകറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാരെ പോലെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ ഇതെല്ലാം കടന്നു പോകുമ്പോ എല്ലാത്തിന്റെയും ഇടയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ആരാ ജീവിതത്തെ പടച്ചവനാരാ? ആത്മാവിനെ പടച്ചവനാരാ? ഒരു മനുഷ്യന്റെ തുടക്കത്തെ പടച്ചവനാരാ? അവന്റെ ഒടുക്കത്തെ പടച്ചവനാരാ? അവന്റെ അന്ത്യത്തെ പടച്ചവനാരാ? അവന്റെ ആദ്യത്തെ പടച്ചവനാരാ? ഈ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അന്നം നൽകുന്നതാരോ? വിശാലമായി പരന്നു കിടക്കുന്ന കൊല്ലാറ് ജഹന്നമാശതുഹറാ, നരകത്തിന്റെ ചൂടിനെ പോലും വിളിച്ചോതുന്ന ഈ വിശാലമായ ചൂടിന്റെ വശത്തെ ഏറ്റവും വലിയ ക്ഷീണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഒരു കൈപ്പിനീരിന്റെ മധുരഹാനി പോലെ കടന്നു വരുന്ന ഒരു നേരത്തെ വെള്ളം നമുക്ക് കൊണ്ടുവരുന്നതാരാ? എല്ലാ മേഘനായ പടച്ചതമ്പുരാനാ. ആരാ? അല്ലാഹു ആരാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹുവാണ് ജീവിതത്തെ പടച്ചവന്. അതേ അവൻ തന്നെയാണ് മരണത്തെ പടച്ചവന്. എന്തിനാ പടച്ചതെന്തിനാ? സത്യത്തെ മനസ്സിലാക്കി, ധർമ്മത്തെ മനസ്സിലാക്കി, അധർമ്മത്തിന്റെയും അനാചാരത്തിന്റെയും വിശാലമായ പാതകൾ മുഴുവനും മനസ്സിലാക്കി ഏകനായ പടച്ചതമ്പുരാനിലേക്ക് കടന്നു വരാതെ എല്ലാ നവ്യാസുഖാനുഭൂതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? എന്തിനു വേണ്ടിയാ മനുഷ്യനെ പറഞ്ഞേക്കുക? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാ നന്മകൾ പ്രവർത്തിക്കുക? ആരാ നന്മകൾ പ്രവർത്തിക്കുക? ഏകനായ പടച്ചതമ്പുരാന് വേണ്ടി ജീവിതത്തെ കൊണ്ട് നടക്കുന്നവനാരാ? അല്ലാഹു പറഞ്ഞ അതേ മാർഗത്തിലൂടെ ജീവിക്കുന്നവനാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ചു വെച്ച പാതയിലൂടെ ജീവിതത്തെ തിട്ടപ്പെടുത്തി കൊണ്ടു നടക്കുന്നവനാരാ? അതിരാവിലെ 4 മണിക്ക് സുബഹിക്കണീച്ച് തഹജ്ജുദ് നമസ്കരിച്ച് ഏതാണ്ട് പള്ളിമിനാരത്ത് നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നടമാടയിലേക്ക് കയ്യും കൂപ്പി വെച്ച് കിടന്നുറങ്ങാതെ ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ 2 റക്അത്ത് സുബഹി നമസ്കരിച്ച് ജീവിതത്തിന്റെ എല്ലാ മറിയങ്ങളിലും അല്ലാഹുവിനെ കൊണ്ടു നടക്കുന്നവനാരാ? ഇതെല്ലാം പരീക്ഷിക്കാൻ വേണ്ടിയാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞേക്കുക. എന്നാൽ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ നേരെ വിപരീതമായി നമ്മൾ ജീവിതം കഴിക്കുമ്പോ ചെറുപ്പക്കാരാ, മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ ലിഖിത സത്യം നമുക്ക് കടന്നു വരാറുണ്ട്. ഇതേവരെ ലോകത്തൊരാൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഈ സുന്ദരമായ ഖുർആനിന്റെ വചനം പറയുമ്പോ അറിയുമോ സഹോദരങ്ങളെ, അമേരിക്ക കൊണ്ടു നടന്നിരുന്ന ലോക പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ജോൺ എഫ് കെന്നഡി എന്ന ധിക്കാരിയായ രാജാവിനെ നിങ്ങൾ അറിയുമോ? ആരാ ജോൺ എഫ് കെന്നഡി? ആരാ ജോൺ എഫ് കെന്നഡി? നവരാജ്യത്തിന്റെ പട്ടുസാരികൾ മുഴുവൻ ലഭിക്കുമ്പോ പാരാവാരക്കണക്കിന് പരിവാരങ്ങളെ തന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും നിർത്തി ഈ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവന് ചവിട്ടടി വെക്കുന്ന ചവിട്ടുപാതകൾക്ക് നേരെ കടന്നു വരുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാ. അതേപോലെ മുമ്പിലൂടെ കടന്നു പോകുന്ന പ്രസരണ വാഹനങ്ങൾ എത്രയാ? എല്ലാം ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളാ. അതിന്റെ നടുമധ്യത്തിൽ നിന്ന് ജോൺ എഫ് കെന്നഡി പ്രസ്താവിച്ചതെന്താ? ഐ ചലഞ്ച് മൈ ഡെത്ത്. ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുകയോ?
ഒരിക്കലും ഈ ദുനിയാവിൽ നിന്ന് നിനക്കൊരു മടക്കമില്ല. അമേരിക്കയുടെ പ്രസിഡന്റായി ലോകരാജ്യങ്ങൾ മുഴുവൻ കൊണ്ടു നടക്കുന്ന കാലിൽ കിടക്കുന്ന കറുകറുത്ത ബൂക്ഷിനേക്കാൾ കറുകറുത്ത മനസ്സുള്ള അതേ ജോൺ എഫ് കെന്നഡി പറയുകയാ, ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുകയാ, ഞാൻ എന്റെ മരണത്തെ വെല്ലുവിളിക്കുകയാ. അമേരിക്കയുടെ വൈറ്റ് ഹൌസിന്റെ രാജദർബാറിന്റെ മുന്നിൽ നിന്ന് നീണ്ടു നിവർന്നു നിന്ന് പ്രഭാഷണം നടത്തി 24 മണിക്കൂർ കഴിഞ്ഞില്ല. മറ്റൊരു പ്രഭാഷണ വേദിയിൽ പോയി വലത്തെ കൈപൊക്കി പ്രസംഗിച്ചതാ. ശരീരത്തിന് മുഴുവനും അങ്കി ധരിച്ചതാ. എവിടേക്ക് വെടിവെച്ചാൽ പോലും ശരീരത്തിനൊരു ഫോറൽ പോലും ഏൽക്കില്ല, വാഹനത്തിലേക്ക് വെടിവെച്ചാൽ പോലും ഏൽക്കില്ല. പക്ഷേ പ്രഭാഷണത്തിന്റെ ഇടയിൽ ഏതാകാശത്തിലേക്ക് വിരൽ ചൂണ്ടി പ്രഭാഷണം നടത്തിയപ്പോ അതേ കണുപ്പിന്റെ ഭാഗമായ കക്ഷഭാഗത്ത് മറയുണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്ക് നോക്കി വെടിവെച്ച് ജോൺ എഫ് കെന്നഡിയെ ലോകത്തു നിന്ന് ചരിത്രത്തിലേക്ക് പായിപ്പിച്ച അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാ പറയുക, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിഘ്നരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്കമാറ്റമാണതിലുള്ളത്. സഫലമീ യാത്ര എന്ന മലയാളത്തിന്റെ പൊന്നുങ്ക വിപാടിയാ ഏറ്റവും വലിയ കാവ്യലോകത്തിന്റെ തല്ലതകൾ പറഞ്ഞു തന്നതെന്താ? എല്ലാവരും ലോകത്ത് നിന്ന് മരിച്ചു പോവുക തന്നെ ചെയ്യുമോ, ഒരാള് പോലും ബാക്കിയാവുകയില്ല. സമർത്ഥനായ സീസർ കടന്നുപോയി, സുലൈമാൻ നബി കടന്നുപോയി, ലോകം അടക്കി വരിച്ച ബ്രിട്ടാനിക്ക പോലും പേര് വെച്ച സോളമൻ കടന്നുപോയി. അതേ ലോകമടക്കി ഭരിച്ച കാറ്റിനെ പോലും നിയന്ത്രിച്ച് കടന്നുപോയ പാറകൃഷ്ണങ്ങളുടെ മേലെ നീണ്ടു നിവർന്നുകൊണ്ട് വരി വരിയായി പോകുന്ന യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഉറുമ്പിൽ കൂട്ടങ്ങളെ സംസാരം പോലും കൃത്യമായി നിർവഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി കടന്നുപോയി, സീസർ കടന്നുപോയി. എല്ലാ സാത്വിക തത്വചിന്തക വൈദികന്മാരും എല്ലാ വൈദ്യശ്രേണിയുടെ നവചേതികളും കടന്നുപോയെങ്കിൽ അതേ രാസപോലും നിയന്ത്രിച്ചിരുന്ന ശാസ്ത്ര കിങ്കര കുക്ഷികന്മാരെ പോലെ കടന്നുപോയെങ്കിൽ പിന്നെ എന്താ നമുക്കതിലൊരു സംശയമെന്താ? പിന്നെ എന്താ നമുക്കതിലൊരു സംശയമെന്താ? ആ മരണത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയുമായി അസ്രായേൽ കടന്നു വരുമ്പോ പാപിതരായ ആളുകൾ പറയുമത്രേ, അസ്രായേലേ ഒരു നേരത്തേക്ക് ഞങ്ങളെ മടക്കി തരുമോ? അല്ലാ 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 അല്ലാ, ഒരു നേരത്തേക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തരുമോ? ഒരു നേരത്തേക്ക് ഞങ്ങളെ ഒന്ന് പിന്തിപ്പിക്കുമോ? അല്ലാഹുവേ പടച്ചവനെ, ഒരു നേരത്തേക്ക് ഞങ്ങളെ ഒന്ന് പിന്തിപ്പിക്കുമോ? ഇന്നലെ വരെ ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങൾ കടന്നു വരുമ്പോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളുടെ സിനിമകൾ കടന്നു വരുമ്പോ സഹോദരന്മാരെ കൈപ്പിടിച്ചാലയിച്ച് സിനിമ കാണാൻ ഞങ്ങൾ കൊണ്ടു നടന്നവരാ. പാതിരാത്രിയുടെ നിശബ്ദതയെ അന്നന്റെ പറമ്പിൽ പോയി ഞങ്ങൾ മദ്യപിച്ചവരാ. ഈ ജീവിതത്തിന്റെ എല്ലാ അസുഖങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിന്നവരാ. അതുകൊണ്ട് അല്ലാഹുവേ പടച്ചവരെ, ഇനിയെങ്കിലും ഒരു നേരം ഞങ്ങൾക്ക് അവസരം തരുമോ? ലഅല്ലി അഅമലു സ്വാലിഹാ, അല്ലാഹുവേ നന്മ ഞങ്ങൾ ചെയ്യാ, നിനക്ക് വേണ്ടി നിസ്കരിക്കാ, നിനക്ക് വേണ്ടി നോമ്പെടുക്കാ, നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാ, നിനക്ക് വേണ്ടി ഉംറ ചെയ്യാ. പടച്ചവനെ, ഒരു നേരത്തേക്ക് ഞങ്ങളെ ഒന്ന് പിന്തിപ്പിക്കുമോ? ആ സമയത്ത് അല്ലാഹു പറയുന്നത് എന്താ? ഇന്നമാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു പാഴ്വാക്കാണ്, അതൊരു പാഴ്വചനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവന്റെ മുന്നിലുള്ളത് എന്താണെന്നറിയുമോ? അത് ബർസഖാണ്. എന്താ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുക? എന്താണതിന് അർത്ഥം പറഞ്ഞത്? എന്താ? അൽ ഹാജിസ് ബൈന ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിന്റെയും നാളെ പരലോകത്തിന്റെയും ഇടയിലുള്ള മറയാ. അഥവാ
നാളെ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അവനെ മറച്ചു വെക്കുമത്രേ. അതേ ബർസഖിന്റെ ലോകത്തിലേക്ക് അവനെ കടത്തിവിടുമത്രേ. ആറടി മണ്ണിലേക്ക് അവനെ കൊണ്ടുപോയി വെക്കാനുള്ള അതേ ഖബറാണ് അവന്റെ മുന്നിലുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നമ്മൾ മനസ്സിലൊരു തീരുമാനമെടുക്കണം. ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ വന്നരായ ഉപ്പാപ്പമാരുടെ ചാരത്ത്, ശുഹദാക്കളുടെ ചാരത്ത് ഇങ്ങനെ ഒരു വിഷയം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇന്നലെ വരെ നമ്മൾ അനീതിയുടെയും അക്രമത്തിന്റെയും വക്കുകളിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ വരെ തിന്മക്ക് വേണ്ടി നമ്മൾ നടന്നവരാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഏകനായ പടച്ചതമ്പുരാനിന്റെ രാത്രി കാണുമ്പോ, ആ രാത്രിയുടെ കൂരിരുട്ട് കാണുമ്പോ, ആ കൂരിരുട്ടിന്റെ മറവിൽ പടച്ചതമ്പുരാനെതിരെ നമ്മൾ പ്രവർത്തിച്ചവരാ. ഏകനായ പടച്ചതമ്പുരാനെതിരെ നമ്മൾ പ്രവർത്തിച്ചവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞതിന് നമ്മൾ നിസ്കരിക്കാറില്ല. അല്ലാഹുവിന് വേണ്ടി നമ്മൾ നോമ്പെടുക്കാറില്ല. പാതിരാ പത്തും കുത്തിയ നേരത്ത് ഈ നവ്യരോഗത്തിന്റെ എല്ലാവിധ സുഖങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയപ്പോ അല്ലാഹുവിനെ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാതിരാത്രി ഒരു പുതുമയുടെ പ്രഭാതത്തിലേക്കുള്ള ഒരു ഉണർവിന്റെ രാത്രിയായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്റെ പ്രഭാഷകൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആദ്യം നമ്മുടെ മനസ്സിനെ നന്നാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തെ നന്നാക്കേണ്ടതുണ്ട്, ആദ്യം നമ്മുടെ നിയ്യത്തിനെ നന്നാക്കേണ്ടതുണ്ട്. ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരുന്ന് നല്ലൊരു ദുആ നടത്തിയിട്ട് നമുക്ക് പിരിയണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആദ്യം മനസ്സിലൊരു തീരുമാനമെടുക്ക്. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന. ഒന്നുറക്കെ പറ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന. You may have penniless and homeless and unemployed, but you have only one thing that money can't buy. He is Allah. Allah, you are the only one. You promise us always truth. You don't need anyone, but we are in need of you, and I sincerely pray. We are among the ones alone and until my final day. I see in all my prayers, Raditu billahi rabba wa bil islami deena. പടച്ചവനെ, നാളെയുടെ രാത്രിയിൽ പോലും ഞങ്ങൾക്ക് നീ എന്നെ തന്നെയാണ് വേണ്ടത്. അല്ലാഹുവേ, നീയില്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. പടച്ചവനെ, ജീവിതത്തിന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നാലും പടച്ചവനെ ഞങ്ങൾക്ക് തേടി വരാൻ നീ മാത്രമാണുള്ളത്. അല്ലാഹുവേ, അസുഖം തന്നവൻ നീയാണ്, അതിന് മറിമായം തരുന്നവന് നീയാണ്. പടച്ചവനെ, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ തന്നത് മുഴുവന് നീയാണ്. അല്ലാഹുവേ, നിന്നിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വബിൽ ഇസ്ലാമി ദീന. ഇസ്ലാമിന്റെ മതമാണ്, ഇസ്ലാമിന്റെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്കിന്, ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കിന് നമ്മുടെ ജീവിതത്തെ ഒരു യഥാർത്ഥ പാതയിലേക്ക് നമുക്ക് മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന് യാതൊരുവിധ കറുത്ത പുള്ളി പോലുമില്ല എന്ന് പറയാൻ ഉറപ്പുള്ളവരാരെങ്കിലും സദസ്സിലുണ്ടോ? എന്താ എന്നോട് പിണക്കത്തിലാ? ചോദിച്ചാലൊന്നും മറുപടി പറയില്ല. എന്നോട് പിണക്കത്തിലാണോ? ആണോ? അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ യൂസേജ് പോലാകണം. അല്ലാതെ റേഡിയോ സിസ്റ്റം മാറി ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കേൾക്കും, മറുഭാഗത്ത് നിന്ന് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് കേൾക്കൂല. എന്നാൽ നല്ല റേഞ്ചുള്ള സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ രണ്ട് ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ കഴിയുന്നതാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൻത തത്ലഉ ബൈനനാ
في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي. താപത് പ്രഭു മധുവിനെ വെല്ലുന്നതാ നബി തങ്ങളെ, താപത് പ്രഭു മധുവിനെ ചൊല്ലുന്നതാ പൊൻതിങ്കളെ അസ്സലാത്തു അലൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമീൻ സ്വലാത്ത് തർബിയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയണം. ആമീൻ ഉറക്കെ പറയണം, സ്വലാത്ത് നിങ്ങൾ ഉറക്കെ ചെല്ലണം. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിനൊരു മഹത്വമുണ്ട്. നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടും. എന്തിനു വേണ്ടി? വിചാരണക്ക് വേണ്ടി, ഹിസാബിന് വേണ്ടി. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. നാളെ പരലോകത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ആ വിശാലമായ മരുഭൂമിയിൽ വെച്ച്, ആ വിശാലമായ പരന്നു കിടക്കുന്ന പ്രദേശത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെയും തിന്മയെയും തൂക്കി ഏത് സങ്കേതമാണ് നമുക്കുള്ളതെന്ന് നിശ്ചയിക്കാൻ വേണ്ടി നമ്മളെ പറഞ്ഞയക്കുമ്പോ നമ്മുടെ സ്വന്തം അയൽവാസി കടന്നു വരും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരുന്ന് പഠിച്ച സുഹൃത്ത്, ജോലി ചെയ്ത നമ്മുടെ കൊളീഗ് നമ്മളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറയും, പടച്ചവനെ ഇവനെ സ്വർഗത്തേക്ക് വിടാൻ പാടില്ല, അല്ലാഹുവേ ഇവനെ സ്വർഗത്തേക്ക് വിടാൻ പാടില്ല. കാരണം ദുനിയാവിൽ എനിക്കൊരു മനസ്സമാധാനം തന്നിട്ടില്ല. സദാസമയം എന്റെ കുറ്റം പറഞ്ഞ എന്റെ ഗീബത്തും നമീമത്തും നാട്ടിന് മുഴുവനും എനിക്ക് ദുഷ്പേരുണ്ടാക്കി തന്ന ആളാണ്. അതുകൊണ്ട് അവന്റെ അമലൊക്കെ ഇങ്ങോട്ട് താ അല്ലാഹുവേ, അവന്റെ അമലൊക്കെ ഇങ്ങോട്ട് താ, അവനെ നീ നരകത്തിലേക്ക് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കടന്നു വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് കാലത്ത് നമുക്ക് കുറ്റം പറയാനും ഗീബത്തും നമീമത്തും പറയാൻ നമുക്ക് പ്രയാസമായിരുന്നു. പക്ഷേ ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലോണ്ട് നമ്മൾ അറിയാതെ തന്നെ ഇൻവോളണ്ടറി നമ്മുടെ ഇടയിലേക്ക് തെറ്റുകൾ കടന്നു വരികയാണ്. നമ്മൾ പറഞ്ഞു പോവുകയാണ് അറിയാതെ. കാരണം വേറൊരാളൊരു കമാൻഡ് അടിച്ചത് കണ്ടാൽ പിന്നെ ഞാനായിട്ട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തറവാട്ടിന് മോശമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാതെ പോലെ നമ്മളിൽ നിന്ന് ഗീബത്തും നമീമത്തും ഫസാദും വന്നു പോകുന്ന കാലമാണ്. ഒരു ഗീബത്തല്ല, 111 ലൈക്കതിനുണ്ടെങ്കിൽ, 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണുന്നവരുടെ ഒക്കെ ഗീബത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പിന്നെ നമുക്ക് നാളെ പരലോകത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ നിന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തും അതേപോലെ തർബിയത്തും ആമീനും മാത്രമാണ്. ഇവിടെ നിന്ന് ഉറക്ക സ്വലാത്ത് ചെല്ലിയ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഉറക്ക സ്വലാത്ത് ചെല്ലിയാൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് ഈ മൺതരികൾ വന്നിട്ട് പറയും, പടച്ചവനെ, ശുഹദാക്കളെയും ഉപ്പാപ്പമാരുടെയും ആണ്ട് നേർച്ച നടന്നപ്പോ, തങ്ങൾ ഉപ്പാപ്പമാരുടെ ആണ്ട് നേർച്ച നടന്നപ്പോ ആ സദസ്സിൽ വെച്ച് ഉറക്ക സ്വലാത്ത് ചെല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നീ മൺതരികൾ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഈ മഹാമരങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടി സാക്ഷി പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളി തുടങ്ങുമ്പോൾ ആദ്യം ഗ്രൗണ്ട് നമ്മൾ അളക്കണം, എന്നിട്ടേ നമുക്ക് കളിക്കാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ദുനിയാവിന്റെ നൈമിഷികമായ മുഹൂർത്തങ്ങളിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതായിട്ട് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതെന്താ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ വിശാലമായ കോടതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന്റെ മുമ്പ് നമുക്ക് കടന്നു പോകാനുള്ള ഏക താവളം ഏതാണെന്നറിയോ? അത് ഖബറാണ്. ഖബറാ അൽ
ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോക ജീവിതത്തിന്റെ ആദ്യത്തെ ഉറ ഏതാണെന്നറിയോ? ആദ്യത്തെ കിടപ്പുറ ഏതാ? ആദ്യത്തെ വീടേതാ? ആദ്യത്തെ സങ്കേതമേതാ? അത് ഖബറാണ്. ഖബറാ. ആ ഖബറിൽ നിന്നാരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാ അതിനപ്പുറത്തുള്ള എല്ലാ ലോകങ്ങളിലും അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്നാ ആ ഖബറിൽ നിന്ന് വല്ലവനും രക്ഷപ്പെടാതെ പോയാ അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തിലേക്ക് അവർക്ക് രക്ഷയില്ല. അല്ലാഹുവേ കാക്കണേ അല്ലാ. ഈ പാതിരാത്രിയുടെ നിശബ്ദതയിലെ മനസ്സിന്റെ ഉറക്കവും അതേപോലെ എല്ലാ ക്ഷീണവും മാറ്റിവെച്ച് തങ്ങൾ പാപമാരുടെ സദസ്സിലേക്ക് ഏറെ ആഗ്രഹത്തോടെ കടന്നു വന്ന ആയിരക്കണക്കിന് ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്വീകരിക്കണേ അല്ലാ. പാതിരാത്രിയുടെ ഉറക്കം പോലും ഉപേക്ഷിച്ച് മലയാളക്കരയിലെ ഏറ്റവും വലിയ വിശാലമായി പരന്നൊഴുകുന്ന ആത്മീയതയുടെ നിറസാന്നിധ്യങ്ങൾ കടന്നിറങ്ങുന്ന ആത്മീയ മരുപ്പച്ചയുടെ തണലിലേക്ക് കടന്നു വന്ന ഈ സഹോദരന്മാരെ നാളെ പരലോകത്ത് പരാജയപ്പെടുത്തല്ല അല്ലാ. നാളെ പരലോകത്ത് പരാജയപ്പെടുത്തല്ല അല്ലാ. ഈ ദുആയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ആമീനാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവേ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ഖബറെന്ന ഏറ്റവും വലിയ ഭയാനകരമായ ലോകമാണ് നമ്മളെ കാത്തിരിക്കുക. അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് താരച്ച് ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെ കാണുമ്പോ അമ്പരച്ചുംബികളായ മതിമറന്നു പോകുന്ന കൊട്ടാരങ്ങളെ കാണുമ്പോ ഈ ദുനിയാവിന്റെ സുഖങ്ങളെ കാണുമ്പോ അങ്ങനെ ഫെഡറൽ ബാങ്കിലൂടെ കറൻസികൾ മാറി മാറി വരുമ്പോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൂടെ കറൻസികൾ മാറി മാറി കടന്നു വരുമ്പോ അറേബ്യയുടെ നടുപ്പച്ചയിൽ വെച്ച് കഷ്ടപ്പെട്ട് താരച്ച് കയ്യിലേക്ക് പണം വരുമ്പോ ഈ ദുനിയാവിന്റെ സുഖങ്ങൾ ഇവിടെ വരെ മനസ്സിലേക്ക് വരുമ്പോ പൊന്നുമായ പോലും മറന്നു പോകുന്ന എല്ലാ ജീവിതത്തിന്റെ മറിമായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് 2016 ഏറ്റവും വലിയ മധ്യപ്രദേശത്ത് നമ്മൾ നിലകൊള്ളുമ്പോ ഇതേതാ യുഗമെന്നറിയുമോ? അത് 5th ജനറേഷനാ. അതേ 5Gയിലാണ് നാം നിലകൊള്ളുക. എന്താ 5th ജനറേഷൻ എന്നറിയുമോ? 2Gമാര് 3Gമാര് 4Gമാര് ഇപ്പോഴിതാ 5Gയിലേക്ക് അഥവാ 5th ജനറേഷനിലേക്ക് എത്തിയിരിക്കുകയാ. ഇനി ഏതാണ്ടൊരു യുഗത്തിലേക്ക് കൂടെ കടന്നുപോയാ ഈ മൊബൈൽ ഫോണിലൂടെ സെൽഫി മാത്രമല്ല നിങ്ങൾ ശരീരത്തിൽ അടിച്ചുപൂഴ്ച വെച്ച അത്തറിന്റെ മണം പോലും വിദേശത്തുള്ള ഭർത്താവിനെ ശ്വസിക്കാൻ പോലും കഴിയുമെന്ന ഒരു യുഗത്തിലേക്കാണ് നമുക്ക് കാലെടുത്ത് വെക്കാറുള്ളത്. തങ്ങൾ പാപ്പയുടെ കീഴിൽ നടത്തുന്ന ആട് നേർച്ചക്ക് 3 പോത്തിനെയും അതേപോലെ 100 ചാക്ക് അരിയും വെക്കുന്ന ഭക്ഷണത്തിന്റെ ആ സൗഗന്ധികമാർന്ന മണമുണ്ടല്ലോ, അത് ആ സമയത്തൊരു ഫോട്ടോ എടുത്ത് വെച്ചാ അടുത്ത ആണ്ട് നേർച്ച വരെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ അതേ ഭക്ഷണത്തിന്റെ ആ പോത്ത് കറിയുടെയും അതേ അരിഭക്ഷണത്തിന്റെയും രുചി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമത്രേ. അതിന്റെ മണം നിങ്ങൾക്ക് മണക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മനുഷ്യന്റെ നൂതന സാങ്കേതിക വിദ്യകളുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകമൊരു ഗ്ലോബൽ വില്ലേജ് പോലെ എല്ലാ വിരൽത്തുമ്പിൽ ഒതുങ്ങി നിൽക്കുന്ന ലോകത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ മുസ്ലിം ചെറുപ്പക്കാരാ ഈ ദുനിയാവിന്റെ സുഖങ്ങളെ കാണുമ്പോ ഞാൻ പറഞ്ഞ ലോകത്തിന്റെ അപ്പുറമുള്ളൊരു ലോകത്തിലേക്ക് കൂടെ കടന്നുപോയാ ഏതാണ്ട് മനുഷ്യ ശരീരത്തെ പോലും ഫാക്ടേക്കാൻ കഴിയുമത്രേ. ഒരു പിക്ചർ മാത്രമല്ല, മനുഷ്യ ശരീരത്തെ പോലും ഫാക്ട് അയക്കാൻ കഴിയുന്ന ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു പോകുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അമേരിക്കയിൽ കിടക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടൊരു പ്രസന്റേഷൻ നടത്തണമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള മെഷീനിൽ കറുകപുത്തൂരിന്റെ മണ്ണിൽ നിന്ന് കയറി കഴിഞ്ഞ അതേ ആഷിഖ് ഇബ്രാഹിമിന്റെ അതേ വണ്ണവും അതേപോലെ ശരീരവും അറിവും
അതേപോലെ എല്ലാമുള്ള മറ്റൊരു മനുഷ്യൻ അതേ കോലത്തില് അങ്ങനെ അമേരിക്കയിൽ രൂപാന്തരപ്പെടുന്ന മനുഷ്യനെ ഫാക്ടറിക്കാൻ കഴിയുന്ന ഒരേ യുഗത്തിലേക്ക് മനുഷ്യന് കാലെടുത്തു വെക്കുമ്പോ വിദൂരതയിൽ കിടക്കുന്ന സാങ്കേതിക വിദ്യകൾ പോലും മനുഷ്യന്റെ അടുത്തിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ പോലും മനുഷ്യനെ സ്വായത്തമാക്കുമ്പോ നഗരങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഏറ്റവും വലിയ യുഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഈ ഭൂമിയിൽ നിന്ന് നഗര ചന്ദ്രനിലേക്ക് കടന്നു പോകണമെങ്കിൽ 1524.54 കിലോമീറ്റർ വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അത് പ്രാചീന കാലത്താണെങ്കിൽ ഏതാണ്ട് 21ാം നൂറ്റാണ്ടിലും സൂപ്പർസോണിക് വിമാനങ്ങൾ കണ്ടുപിടിച്ചതോട് 150 കിലോമീറ്ററിലേക്ക് അത് ഒതുങ്ങി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര നഗരങ്ങളെ തമ്മിലടുപ്പിക്കാൻ കഴിയുമ്പോ പൊന്നുമായ മകനിൽ നിന്ന് അകന്നു പോവുകയാ. വാപ്പയെയും തെറ്റി നിൽക്കുന്ന വാപ്പയെയും അതേപോലെ ഉമ്മയെയും അതേപോലെ ഭാര്യയെയും ഭർത്താവിനെയും അടിവയറ്റിൽ കടാറി വെക്കാൻ മാത്രമല്ല സ്വന്തം സഹോദരനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി കോടതി പോലെ കയറിയിറങ്ങാൻ ആ സഹോദരന്റെ അടിവയറ്റിൽ പിച്ചാത്തി ഇറക്കുന്നതിനേക്കാളും ഭേദം നാട് മുഴുവനും അവരെതിരെ പച്ചമാസമൊക്കെ തിന്നിറക്കാൻ വേണ്ടി സഞ്ചാരം നടത്തുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് മാനവിക ബന്ധങ്ങൾ മുഴുവനും പരസ്പരം അടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. 2016 മാർച്ച് മാസത്തിനേറ്റ ഏറ്റവും വലിയ വൈമിഷികമായ മുഹൂർത്തമേതാ? ഏറ്റവും വലിയ വിഷമത്തിന്റെ ഘട്ടമേതാ? അല്പ സമ്പാദ്യം തന്റെ കയ്യിലേക്ക് കടന്നു വന്നപ്പോ ഏതാണ്ട് 2015 അവസാനം മുതൽ ഈ മലബാറിൽ കുറ്റായിക്കൊണ്ടിരിക്കുന്ന പേരേതാ? അത് മൊയ്തീനല്ലയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ. ഇതേ മാർച്ച് മാസത്തിലാ വേദനിക്കുന്ന മനുഷ്യന്റെ രോദനങ്ങളെ പോലും വിഷമത്തിലേക്ക് നമ്മളെ കൊണ്ടാറ്റുന്ന ഏറെ ആഗ്രഹത്തോട് വാത്സല്യത്തോട് പടച്ചവനെ 10-70 വയസ്സാകുമ്പോ ഒരു ചാണകളൊരു കൂരയില്ല ചാരി നിൽക്കുമ്പോ എന്നെ കൈപിടിച്ച് കൊണ്ടു നടക്കേണ്ട എന്റെ പൊന്നുമാണല്ലോ തൊട്ടിയിൽ കിടക്കുക. ഏറെ വിഷമത്തിന്റെ ഘട്ടത്തിൽ പോലും അവരെ കഷ്ടപ്പെട്ട് താളിച്ച് പൊന്നുപോലെ വളർത്തി അവനൊരു കാലിന്റെ ചുവപ്പ് മാറിയിട്ട് അടിയിലുള്ള മണ്ണിനെ തരിപ്പിച്ച് തകർത്തെറിയാൻ കഴിയുന്ന ഭാവിത്യത്തിലേക്ക് എത്തുന്നത് വരെ പൊന്നുപോലെ കൊണ്ടു നടന്നവനെ നൊണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമാതാവിന്റെ കടുത്തിന് പോലെ കടാരയിറക്കി കൊല്ലാൻ മടിയില്ലാത്ത ഏറ്റവും വലിയ അനാചാരത്തിന്റെ ആസുരഭാവത്തിന്റെ അശ്ലീലതയുടെ ആഭാസത്തിന്റെ രാജകിങ്കരന്മാര് കടന്നു വരുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് പൊന്നുമാരോട് തർക്കം നടത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉമ്മയെ നടുമധ്യേ വെച്ച് കടുത്തരത്ത് വന്ന ഏറ്റവും വലിയ നരകത്തെ ബോധിയുടെ നാട്ടിലല്ലേ നമ്മൾ പ്രഭാഷണം നടത്തുക. അവൻ വസിക്കുന്ന കൊച്ചു കേരളത്തില് എന്തേ ദിശാബോധമില്ലാതെ പോയി അത് പണത്തിന്റെ പെരുപ്പത്തിലൂടെയാ. ചെറുപ്പക്കാരാ പണം വരും, അതേപോലെ പത്രാസ് വരും, സ്ഥാനമാനങ്ങൾ വരും. ഒരിക്കലും മറക്കരുത്, കടന്നു പോകാനുള്ള ഖബർ നിങ്ങൾ മറക്കരുത്. സഹോദരാ പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ സഹധർമ്മിണിയെയും കൂടെ കിടത്തി അവരോട് ചിന്നാനം പൊളുന്ന രാജകൊട്ടാരത്തിന്റെ മാർബിൾ കൊട്ടാരത്തിൽ സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോ അതേ ഭാര്യയുടെ കൂടെ സുഖനിദ്രയിലൂടെയുള്ള സുഖസുന്ദരമായ ജീവിതം ഒഴിക്കുമ്പോ ആ രാജകൊട്ടാരത്തിന്റെ പറുദീസയിൽ രാജകൊട്ടാരത്തിന്റെ മട്ടുപാവിലിൽ നിന്ന് നെടുവേർപ്പെടുന്നത് പോലെ എല്ലാ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ലോകമാണെന്ന് വിചാരിക്കേണ്ട സഹോദര. നാളെ കടന്നു പോകാനുള്ള ഒരേ ഒരു സങ്കേതം ഏതാണെന്നറിയോ? അത് ഖബറാണ്.
എന്റെ മനുഷ്യ, പൊന്നു സഹോദരങ്ങളെ തിയേറ്ററിലേക്ക് വിളിക്കുമ്പോ ആ സഹോദരന്റെ വിളിയാളം നീ കേൾക്കുന്നുണ്ട്. ചെറുപ്പക്കാരികള് എല്ലാ വനിതാ മാസികയിലും അതേപോലെ ആരോഗ്യ മാസികകളിലും മലയാളത്തിന്റെ നടിമാര് കൊടുക്കുന്ന പരസ്യങ്ങൾ മുഴുവനും വായിച്ചെടുക്കാനും ആ പരസ്യങ്ങൾക്കനുസൃതമായി ഈ ജീവിതത്തിന്റെ വസ്ത്രധാരണകൾ പോലും മാറ്റിമറിക്കാനും ഇന്ത്യയിൽ നടക്കുന്ന സൂഫി സെമിനാറിൽ, വനിതാ സൂഫി സെമിനാറിൽ ലോകത്തിൽ ഒരുപാട് സൂഫി വനിതകൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ലോകത്ത് നിലനിൽക്കുന്ന 40,000-ഓളം വരുന്ന തഫ്സീറുകൾ പോലും ഇതേപോലെ അടിവരയിട്ട് പറയാത്ത ഏതാണ്ട് ഇമാമിയങ്ങൾ തുടങ്ങി വെച്ച 35,000 തഫ്സീറുകൾ പൂർത്തിയാക്കാതെ ഈ മലബാറിൽ എന്നല്ല ലോകത്ത് മുഴുവനും നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏകനായ പടച്ചതമ്പുരാന് വേണ്ടി സദാ ഇബാദത്തെടുത്തോ പാതിരാത്രിയുടെ യാമങ്ങളിൽ പോലും ഒടുത്ത വുളൂ കൊണ്ട് അതേ ഉറക്കമൊഴിവാക്കാതെ സുബഹി നമസ്കരിച്ചു പോയ മഹാരഥന്മാരെഴുതി തീർത്ത തഫ്സീറിനെ പോലും വകവെക്ക ഈ മഹാഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ രാഷ്ട്രീയ കിങ്കരന്മാരെ നടത്തുന്ന അവരുടെ അജണ്ട മൂലം കടന്നു വന്ന ഏറ്റവും വലിയ സൂഫി സെമിനാറിന്റെ പ്രമേയമായി മാറിപ്പോയതെന്താ? എല്ലാക്കും ദീനുക്കും വലിയതീർ എന്ന ആയത്തോതിയിട്ട് തഫ്സീർ പറഞ്ഞതെന്താ? ഇനി ഹിജാബ് വേണ്ട, ഇനി നിങ്ങൾക്ക് ഹിജാബ് വേണ്ട, ഇനി നിങ്ങൾ താടി വളർത്തേണ്ട, നിബിംബോളിയെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ താടി വളർത്തേണ്ട, ഹിജാബ് വേണ്ട, താടി വേണ്ട എന്ന പരസ്യ പ്രഖ്യാപനമാ സൂഫി സമ്മേളനം നടത്തുക. പട്ടിൽ പൊതിഞ്ഞ പാഷാണം പോലെയാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പട്ടിലൊരു വിഷം പൊതിഞ്ഞു വന്നുവന്ന ആ വിഷത്തെ ആരും നോക്കുകയില്ല, പട്ടിൽ പൊതിഞ്ഞ വിഷം ആരും നോക്കുകയില്ല. മരിച്ചപട ആളുകൾ ശ്രദ്ധിക്കുക പട്ടിനെയാ. അതേപോലെ സൂഫി സമ്മേളനം വെച്ചിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുമ്പോ ആ ഇസ്ലാമിനാരും അവിടെ നോക്കുകയില്ല. പിന്നെ സൂഫി എന്ന തസൗഫിന്റെ മായാലോകത്തിലേക്കാ കടന്നു പോവുക. മായാലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക. ചെറുപ്പക്കാരാ, മറ്റയുള്ള മാംസയുള്ള ചെറുപ്പക്കാരാ, എല്ലാ ജീവിതത്തിന്റെ സുഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഈ ദിവസം ഓരോ ദിവസം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ആരാ വിളിച്ചു പറയുക? ആരാ വിളിച്ചു പറയുക? ഓ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിലേക്കൊരു അതിഥി കടന്നു വരുമ്പോ കോളും ബെല്ലടിക്കാറുള്ളത് പോലെ, നിനക്കൊരു ഉണർത്തുപാട്ട് നൽകാറുള്ളത് പോലെ എല്ലാ ദിവസവും ഒരേ ഒരു സാധനം എല്ലാ ദിവസവും നിന്ന് മോനെ നിന്നോട് വിളിച്ചു പറയുന്ന സങ്കേതമേതാ? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലാണ് നിങ്ങൾ നിലകൊള്ളുമ്പോ ഈ വിശുദ്ധമായ ഖബറിനെ കുറിച്ച് നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോ സഹോദരങ്ങളെ, സഹോദരിമാര്, ഓരോ ദിവസവും നമ്മളോട് ഖബറ് വിളിച്ച് പറയുന്നുണ്ട്. വാനബൈത്തുൽ ബഗ്ഷ വാനബൈത്തുൽ വലമാ. ഈ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അഹങ്കാരത്തിന്റെ സീമകൾ താണ്ടി കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോലും വകവെക്കാതെ ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നാടിലൂടെ മുഴുവനും നടന്ന് കഷ്ടപ്പെട്ട് പിരിപ്പിച്ചെടുത്ത അവര് വാങ്ങിച്ചു വെച്ച പണവും പണ്ടവും തന്നെ കൈക്കലാക്കി അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാഭാരതത്തിന് മലയാളക്കരയിലെ സിനിമയിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരേ ഒരു രംഗമാണ് കൊയിലാണ്ടിക്കടുത്തിറങ്ങേറുക. അത് സിനിമയിൽ മാത്രമാണ് നമ്മൾ ഇതേവരെ കാണുക. ഇതേവരെ സിനിമയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു രംഗം ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാ. പാവപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് ജീവിതത്തിന് നടത്താൻ പോലും കഴിയാത്ത നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിച്ച്
പ്രാർത്ഥിച്ചു. അവര് മൂലമുണ്ടാക്കിയെടുത്ത ധനവും അതേപോലെ പണവും അതേപോലെ സ്വർണവും വെച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നല്ല നിലക്ക് വിവാഹം കഴിച്ച് പറഞ്ഞേക്കാൻ, നല്ലൊരു വരന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ ഏറെ മനസ്സിന്റെ ആഗ്രഹവുമായി മാതാപിതാക്കൾ കാത്തിരിക്കുമ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കല്യാണ വീട്ടില് പന്തലൊരുങ്ങി, കല്യാണ വീട്ടില് പന്തലൊരുങ്ങി, ആളുകൾ മുഴുവനും വന്നു തുടങ്ങി. എല്ലാ ജീവിതത്തിന്റെ മുഹൂർത്തങ്ങളെ പോലെ കാണുന്നത് പോലെ ഒരുപക്ഷേ മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹമാകാം നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേൽപ്പിക്കണമെന്ന ആഗ്രഹത്തോട്, നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേൽപ്പിക്കണമെന്ന ആഗ്രഹത്തോട് ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ആഗ്രഹം പോലും നടത്താൻ കഴിയാതെ അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വിവാഹം, ആ വിവാഹത്തെയും മനസ്സിൽ കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മംഗളമനോഹാരിതയുടെ വേദിയൊരുങ്ങുമ്പോ അതാ 4-5 സുഹൃത്തുക്കൾ കടന്നു വരികയാ, 4-5 സുഹൃത്തുക്കൾ കടന്നു വരികയാ. ഒരു ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞവളെ പുറത്തേക്ക് ക്ഷണിച്ചു. അതാ ഹൈന്ദവ സഹോദരനായ അവളെ നിരന്തരമായി പ്രണയിച്ച് പ്രേമിച്ച് നടന്നിരുന്നു ഹൈന്ദവ സഹോദരന് ബൈക്കിൽ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട മരുമകനെയും വീട്ടിലേക്ക് ക്ഷണിക്കാനുള്ള വെപ്രാളത്തിലൂടെ കടന്നു പോകുന്ന ആ മാതാപിതാക്കളുടെ സന്തോഷത്തിന്റെ കണ്ണുനീരിനെ പോലെ വകവെക്കാതെ സഹോദരിമാരുടെ കൂടെ ഇറങ്ങിപ്പോയി, സഹോദരിമാരുടെ കൂടെ ഇറങ്ങിപ്പോയി. അന്യ സംസ്കാരത്തിന്റെ അന്യമതത്തിന്റെ വാർത്താവായ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഹൈന്ദവ വിശ്വാസത്തിലേക്ക് എടുത്തു ചാടി അതേ ഹിന്ദു മതത്തിലേക്ക് കയറിക്കോട്. അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടിപ്പോയ മലബാറിന്റെ പെങ്ങള് കൊയിലാടിക്കടുത്ത് നടന്നൊരു സംഭവമാണിത്. കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ പെണ്ണിറങ്ങി പോവുക ഇതേവരെ സിനിമയിൽ മാത്രം കണ്ടുവരുന്ന രംഗമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, നൊന്ത് പ്രസവിച്ച മാതാവിന്റെ വേദന വകവെക്കാതെ എത്രത്തോളം എന്ന് വെച്ചാ വിവരം കേട്ട മാതാവുടനെ ബോധം കെട്ടു പോവുകയാ, മാതാവുടനെ ബോധരഹിതയായി പോവുകയാ. ആ മാതാവിന്ന് ഹോസ്പിറ്റലിലാണ് കിടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വിവാഹത്തിന്റെ വസ്ത്രവും ധരിച്ച് മണവാളനായി പുതുമാരനായി വരനായി വീട്ടിലേക്ക് കടന്നു വരാനിരിക്കുമ്പോ ആളുകൾ വിളിച്ചു പറഞ്ഞു, പത്രേ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല, പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട്. ഉടനെ പുതിയാപ്പിളയും കൂട്ടരും പോയത് പോലീസ് സ്റ്റേഷനിലേക്കാ. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. ഇത്ര തുക നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. അവസാനം ഏറ്റവും വലിയ ചെറുപണത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോ എന്റെ പുന്നമോളെ മനസ്സിന് മാറ്റം വന്നതെന്താ, എന്റെ പുന്നമോളെ മനസ്സിന് മാറ്റം വന്നതെന്താ? ഉമ്മയെപ്പോലും ബാപ്പയെപ്പോലും ഒരു നേരത്തെ അന്നമില്ലാത്ത നേരത്ത് കഷ്ടപ്പെട്ട് ദ്വാനിച്ച് കാറ്റിൽ പോലും ഒച്ചില്ലാത്ത നേരത്ത് പോലും തന്റെ പുന്നമോൾക്കത് ബാക്കി വെച്ച ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കിടക്കുമ്പോഴും ഇവിടെ നിന്നെങ്കിലും തൊട്ടുന്ന റൊട്ടി കൊണ്ട് തന്റെ പുന്നമോളുടെ വിശപ്പൊന്നു മാറിയിരുന്നെങ്കിൽ തൊട്ടിയിൽ കിടക്കുന്ന പുന്നമോളുടെ കവിൾത്തടത്തിന് മുത്തം വെച്ച് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു ഓയിലുമുണ്ട് വിടുത്ത് കടന്നു വരുന്ന പിതാവിന്റെ ക്ഷീണം പോലും മാറ്റാതെ വളർന്നു വരുന്ന പുന്നമോളെ സൗഖ്യത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ദ്വാനിച്ച ആ പുന്നമാതാപിതാക്കളുടെ വേദന പോലും മനസ്സിന് വെക്കാതെ അവരുടെ ഭൂമുഖം പോലും മനസ്സിന് വെക്കാതെ അവസാന കോടതിയിൽ പടിയിൽ ഹൈന്ദവരായ ചെറുപ്പക്കാരനെ എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവമാണിത്. 2015 ജൂലൈ മാസമായപ്പോഴേക്ക് 2015 53 മുസ്ലിം പെണ്ണുങ്ങളാണ് ഒളിച്ചോടിപ്പോയത്. കോഴിക്കോട് ജില്ലയിൽ 53 മുസ്ലിം പെണ്ണുങ്ങളാണ് ഒളിച്ചോടിപ്പോയത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ ദിശാബോധമില്ലാഞ്ഞിട്ടല്ല, ചീനലിന്റെ സംസ്കാരത്തിന്റെ വാർത്താക്കളായി മാറിപ്പോയി. കാരണമെന്നും കാണുന്നതിതാ,
എന്നും കാണുന്നതിതാ എല്ലാത്തിനും മാതൃകയാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നും മാതൃകയാക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതല്ലേ നമ്മൾ ഇത്ര കാലം കൊച്ചു കേരളത്തിൽ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസൽമാന് പോലും താടി വെക്കണമെങ്കിൽ മലയാള സിനിമ ഇറങ്ങണം. 2 റക്അത്ത് സുന്നത്ത് പോലും മര്യാദക്കൊരു മുസൽമാന് നിസ്കരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സീരിയലിൽ ഒരു നടൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ജുമ അല്ലാതെ മറ്റൊരു ഫർദ് നിസ്കാരത്തിന് ഒരു ഇമാമിന്റെ ബേക്കിൽ ബഹുമമായി നിന്ന അത് ന്യൂ ജനറേഷന്റെ ട്രെൻഡായി മാറി. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ മുഴുവനും പള്ളിയിലേക്ക് കടന്നു വരും, ഇമാമിന്റെ പുറകിൽ മഹ്മൂമായിട്ട് നിസ്കരിക്കും. കാരണം എന്താ? അപ്പോഴത്തെ സിനിമ ട്രെൻഡായിരിക്കും. അങ്ങനെയല്ലേ മലബാറിലൂടെ കടന്നുപോക്ക്? അങ്ങനെയല്ലേ? എല്ലാം എന്റെ മുമ്പിൽ, എല്ലാം എന്റെ അടുക്ക് വേണ്ടി തുറന്നു വെച്ച പുസ്തകം പോലെ നിൽക്കുമ്പോ ചെറുപ്പക്കാരാ അള്ള പറഞ്ഞതെന്താ? അതികഠിന കഠോരമായ ഭയാനകരമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കാനുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയമൊന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയമൊന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സൗഖ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, അപാരമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹങ്ങളെ വകവെക്കാതെ നമ്മൾ ജീവിക്കുമ്പോ നാളെ നമ്മളെ കാത്തിരിക്കുന്നതെന്താ? നാളെ നമ്മളെ കാത്തിരിക്കുന്നതെന്താ? ഇൻഷാ അല്ലാഹ് പറയാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ആമീന ഇഷാറില്ല? തുറക്കം പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ്ട് 11:30 ആയിട്ടുണ്ട്. SLC ഇന്നലെയാണ് കഴിഞ്ഞത്. മക്കളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ഒരുപാട് ക്ഷീണത്തിലായിരിക്കും. ഏതാണ്ട് ഒരല്പം യുവാക്കളൊക്കെ ഏപ്രിൽ മാസമാണ്, മാർച്ച് മാസമാണ്, വൈകുന്നേരം ഒരുപാട് സമയങ്ങളുണ്ട്, രാത്രിയുമുണ്ട്. അതേകൊണ്ട് നഗരങ്ങളിലൊക്കെ ഒരുപാട് ഫുട്ബോൾ കളിയിൽ ഏർപ്പെട്ട്. ഏതാണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങനെയാ. ഒരു പാട് ഒഴിവുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് ഒഴിവുണ്ടെങ്കിൽ 4 കമ്പ് വെച്ചപ്പോ കളി തുടങ്ങും. 4 കമ്പ് വെച്ചപ്പോ കളി തുടങ്ങും. തൊട്ട് കൊച്ച ദിവസമായിരിക്കും അവിടെ വയല് കഴിഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത വയല് വരാനുണ്ടാവും. ഇങ്ങനെയാണ് പാടം, അങ്ങനെയാണ്. അതിനു വേണ്ടിയും ഫുട്ബോളിന് വേണ്ടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം തരട്ടെ. അല്ലാഹു മാറ്റം തരട്ടെ. ഒന്ന് ഉറക്കം ആമീൻ പറ. സാധാരണ ബക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സദസ്സും മിണ്ടാണ്ടിരിക്കും. ഇവിടെയും ബക്കറ്റിന് കുറവില്ല. ഇൻഷാ അല്ലാഹ് അതിങ്ങോട്ട് പോരട്ടെ, എന്നാലേ ഒന്ന് ഉഷാറാകുന്നു. സാധാരണ ചില സദസ്സുകളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ സദസ്സ് മിണ്ടാണ്ടിരിക്കും. എന്റെ ബക്കറ്റ് വന്നിട്ടില്ല, ഇനി ബക്കറ്റ് വന്നാലേ ഞങ്ങൾ മിണ്ടുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊരു കുറവ് വേണ്ട. നമ്മൾ ഈ ഒരു പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ നേർച്ചയെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ്. അടുത്ത വർഷത്തെ നേർച്ചയെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യണമെന്നില്ല. ഈ മഹാന്മാരെ സ്നേഹിച്ചാൽ മാത്രം മതി. ഈ മഹാരഥന്മാരെ സ്നേഹിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ ഒരു ദിവസത്തിൽ 1 തവണയെങ്കിലും ഒരു ഫാത്തിഹ നിങ്ങൾ കൊടുക്കണം. 1 തവണയെങ്കിലും ഒരു ഫാത്തിഹ നിങ്ങൾ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് എപ്പോഴും അവർ നിങ്ങളെ കൂടെ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഒരു നല്ല ഒരു സംഖ്യ എടുത്തിട്ട് മിനിമം ഒരു 100 രൂപയെങ്കിലും ഇടുക. അല്ലെങ്കിൽ 20 രൂപയുടെ ചുവന്ന നോട്ട്, 20 രൂപയുടെ അല്ലാത്തൊരു ചുവന്ന നോട്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് എടുത്തിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാക്സിമം അത്ര പോകാം. അതിന്റെ അപ്പുറം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം വാങ്ങിക്കോളാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഉറക്കം ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട് സുവലോക സ്വർഗത്തിലേക്ക് എളുപ്പം കടക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആവേശത്തോടെ കൈവെക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനൊരു